ചന്ദ്രമോഹൻ ചേട്ടനും മണിയേട്ടനോടും നന്ദി പറയും. ഞങ്ങൾ ചന്ദ്രമോഹൻ ചേട്ടനും മണിയേട്ടനോടും നന്ദി പറയുകയാണ്. എൻ്റെ ഒരു ചരിത്രം വളരെ വ്യക്തമായിട്ട് തന്നെ ചന്ദ്രമോഹൻ ചേട്ടൻ പറഞ്ഞു. മണിയേട്ടൻ കേരളത്തിലുണ്ടായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സമയം കിട്ടില്ല. ഇനി ഒരു ദിവസം നമുക്ക് വീണ്ടും അദ്ദേഹത്തിന് കേൾക്കാം. ഏതായാലും ചരിത്രം എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്? ചരിത്രം പഠിക്കേണ്ടത് ആൽക്കോളിസ് അനോണിമസ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇതെങ്ങനെ രൂപീകരിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ആൽക്കോളിസ് അനോണിമസിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹസ്ഥാപകരുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് 93% ആയിരുന്നു വിജയ ശതമാനം. ഞാനൊരു സ്ഥലത്ത് വെച്ച് 93% എന്നാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് എത്രമാത്രം വിജയ ശതമാനമുണ്ട്? ഇപ്പൊ പലരും പറയുന്നത് 5% താഴെയാണെന്നാണ്. അപ്പൊ അന്ന് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ പഠിക്കുന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യം, എന്ന് ചന്ദ്രമോഹൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. കാരണം ചരിത്രം പഠിച്ചാലാണ് നമുക്ക് ആൽക്കോളിസ് അനോണിമസിനോട് ഒരു സ്നേഹം തോന്നുകയുള്ളൂ. അപ്പൊ എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഈ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ചരിത്രം ഒന്നേ ഉള്ളൂ. അതിപ്പോ ഞാൻ പറഞ്ഞാലും ചന്ദ്രമോഹൻ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്? ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവും കാൽവരി ഹൗസ്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് മീറ്റിങ്ങുകൾ. പക്ഷെ നമുക്ക് പലപ്പോഴും ഒരു സന്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഇതൊക്കെ മീറ്റിംഗ് പറയാവോ? ഇതൊക്കെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ശരിയാണ്? ഇത് കാരണം ഇത് തികച്ചും ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ളൊരു പ്രസ്ഥാനമല്ലേ എന്നൊക്കെ ഞാൻ സന്ദേഹിച്ചിരുന്നു. പക്ഷെ പാസ് ഇറ്റ് ഓൺ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അതായത് നമുക്കറിയാം, ബില്ല് എബിയെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോകാനായിട്ട് ബില്ല് തയ്യാറാവുകയാണ്. ബില്ല് അവിടെ ചെല്ലുമ്പോഴൊക്കെ മദ്യം കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓടിക്കേറി സംസാരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം സംസാരിക്കാനായിട്ട് ഓടുമ്പോൾ എബി താജർ കോട്ടയ്ക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പിടുത്തം കിട്ടാതെ ഓടിപ്പോവുകയും അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് പാസിറ്റോണിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹം കുടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മീറ്റിംഗ് റൂമിലുണ്ടായ ഒരു ആത്മീയതയിൽ, അല്ലെങ്കിൽ ഒരു നിറവിൽ അവന് കുറച്ചൊക്കെ ബോധങ്ങൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് സാം ഷൂമാക്കർ അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ മദ്യപാനത്തെ ക്യാൻസർ രോഗത്തോട് ഉപമിച്ചു. ഈ ക്യാൻസർ രോഗം പോലെ തന്നെ വളരെ ശ്രദ്ധ ആവശ്യമുള്ളതാണ് മദ്യാസക്തി എന്നൊരു ജ്ഞാനം ബില്ലിന് കിട്ടി. ബില്ല് മദ്യാസക്തിയെ ഒരു പ്രതീക്ഷാരഹിതമായ ഒരു അവസ്ഥയിലേക്ക് കാണാനൊക്കെ തുടങ്ങി. അവിടെ വെച്ചാണ് ബില്ല് ടൗൺസ് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആകാൻ ശ്രമിക്കുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും മിനിമം അഡ്മിറ്റ് ആയിക്കൊണ്ടിരുന്നതാണ് ബില്ല് ടൗൺസ് ഹോസ്പിറ്റലിൽ. അവസാനത്തെ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് ലൂയിസിന് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെക്കുകയാണ്. അവൻ കുറിപ്പ് എഴുതി വെക്കുന്ന ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് കുറിപ്പ് എഴുതി വെച്ചത്. അവൻ്റെ കയ്യിൽ 6 സെന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിൻ കൂലിക്ക് ശേഷം അത് പെന്നിയായിട്ട് മാറി. അടുത്ത ഒരു കടയിൽ നിന്ന് 4 കുപ്പി ബിയർ മേടിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ ഓൺ ദ വേയിൽ തന്നെ അദ്ദേഹം 3 കുപ്പി കുടിച്ചു തീർത്തു. പിന്നീട് അദ്ദേഹത്തിന് ഉള്ളത് 1 കുപ്പിയാണ്. ആ കുപ്പിയും കൈ പിടിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഹാളിൽ വെച്ച് തന്നെ ബില്ല് ഡോക്ടർ സെൽക്കോർത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 തത്വശാസ്ത്രം 2 പുസ്തകമുണ്ട്. അന്ന് ഡിസംബർ 11, 1934 ബില്ല് കുടി തുടങ്ങിയിട്ട് വീണ്ടും ഒരു മാസം കൂടി ആയിരിക്കുന്നു, 1 മാസമായിരിക്കുന്നു. ഏതായാലും ടൗൺസ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവസാന ചികിത്സയുടെ പേര് ബാർബിറ്റുറേറ്റ്സ് എന്നാണ്. അത് അവനെ മയക്കി കിടത്താനും ബെല്ലോഡാന എന്ന് പറഞ്ഞാൽ അവൻ്റെ വയറ്റിൽ അസിഡിറ്റി കുറയ്ക്കാനുമുള്ള ഒരു ചികിത്സാ രീതിയാണ്. എബി പറഞ്ഞ സുബോധം അവന് വേണമായിരുന്നു. പക്ഷെ എബി പറഞ്ഞ ദൈവത്തെ ബില്ലിന് വിശ്വാസമുണ്ടായില്ല. മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മൂലം അവൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുണ്ടായ അനുഭവങ്ങൾക്ക് മങ്ങലേറ്റിരുന്നു. അവന് ആത്മീയാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ മദ്യം വീണ്ടും വീണ്ടും കുടിക്കുന്നതുകൊണ്ട് അതിന് മങ്ങലേറ്റിരുന്നു. ഏതായാലും ഈ ആശുപത്രിയിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എബി സന്ദർശിച്ചു. വീണ്ടും അവിടെ പഴയ അടുക്കള മേശയിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ സംസാരം തുടർന്നു. എബി പോയതിനു ശേഷം ബില്ല് ആഴമേറിയ ഒരു ദുഃഖത്തിലായി. അവൻ ലൂയിസിനോട് പെരുമാറിയ കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. കാരണം അവൻ എല്ലാ കുടിക്ക് ശേഷം രാവിലെ കുടുംബ ബൈബിളിൽ ഇനി ഒരിക്കലും കുടിക്കൂല, അല്ലെങ്കിൽ എൻ്റെ ഹണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എഴുതുന്നുണ്ട്. 4-5 തവണ അതങ്ങനെ എഴുതി വെക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. ഏതായാലും കുറ്റബോധം ഉണ്ടാകുന്നതിനോടൊപ്പം അവര് പഴയ കാലത്തേക്ക് അയാൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലേക്ക് നടത്തിയ കപ്പൽ യാത്രകൾ, ക്യാമ്പുകൾ,
മോട്ടോർ യാത്രകൾ, അത് അത്ഭുതകരമായ പല അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരുപാട് ദീർഘദൂരം അവർ മോട്ടോർ യാത്രകൾ നടത്തുന്നുണ്ട്. പിന്നെ വാൾ സ്ട്രീറ്റിലെ വിജയങ്ങൾ, അവിടുത്തെ പരാജയങ്ങൾ, വിൻചെസ്റ്റർ പള്ളിയെക്കുറിച്ചും ഏകദേശം ദൈവവിശ്വാസം ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ, അതായത് ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ അവിടെ കിടന്നുകൊണ്ട് ബില്ല് ഓർത്തു. ഈ സന്ദർഭത്തിൽ അവനും ലൂയിസിനും ഒന്നുകിൽ ഭ്രാന്ത് അല്ലെങ്കിൽ മരണം, അത്ര മാത്രമേ മുന്നിൽ ഉണ്ടാവുന്നുള്ളൂ. അത്രമാത്രം അവര് അടിത്തട്ട് എത്തിയിരുന്നു. വീണ്ടും അവൻ ആ മദ്യാസക്തിയെ ക്യാൻസറിനെ പറ്റി ചിന്തിച്ചു. ഇപ്പോൾ അത് ശരീരത്തിനും മനസ്സിനും വിഴുങ്ങിയിരിക്കുന്നു. ശരിക്കും മദ്യാസക്തി അവനെ നന്നായി അഫക്റ്റ് ചെയ്തിരിക്കുന്നതായി അവന് മനസ്സിലായി. അവൻ ഉറക്കെ കരഞ്ഞു. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായ ഒരവസ്ഥയിൽ ഞാൻ കീഴടങ്ങലിൽ എത്തിയിരിക്കുന്നു. അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ എനിക്ക് സ്വയം പ്രത്യക്ഷപ്പെടുത്തട്ടെ. അടുത്ത് സംബന്ധിച്ചത് ചന്ദ്രമോചേട്ടൻ പറഞ്ഞാണ്, ഒരു വൈദ്യുതി പ്രഭാവമായിരുന്നു. പെട്ടെന്ന് മുറി വിവരണാതീതമായ വെള്ളി വെളിച്ചത്തിൽ പ്രകാശിച്ചു. അന്ന് വരെ ബില്ല് അനുഭവിക്കാത്ത ഒരു സന്തോഷം, അതിന്മേല് ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ വന്നത്. പിന്നെ ഒരു മനസ്സിന്റെ കണ്ണിൽ അവൻ ഒരു കാഴ്ച കാണുകയാണ്. അവിടെ ഒരു പർവ്വതം ഉയർന്നു വന്നു. ബില്ല് ആ പർവ്വത ശൃംഗത്തിൽ നിൽക്കുന്നതായി കാണുന്നു. ഒരു കാറ്റ് വീശുന്നതായും അദ്ദേഹത്തിന് ഒരു തെളിഞ്ഞ ചിന്ത വരുന്നതായും, നീ ഒരു സ്വതന്ത്ര മനുഷ്യനായിരിക്കുന്നു എന്ന ഒരു വാക്ക് അവന്റെ മനസ്സിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു. എത്ര നേരം ആ നില തുടർന്നുവെന്ന് ബില്ലിന് അറിയില്ല. അവസാനം ആ വെളിച്ചം മെല്ലെ മെല്ലെ ഇല്ലാതായി. അവനൊരു ആത്മീയ കടലിലേക്ക് നീങ്ങിയതായിട്ടും അവിടെ ഇങ്ങനെ കരയിലടുത്ത് കിടക്കുന്നതാക്കിയായിട്ട് പാസ്റ്റർ എഴുതിയിട്ടുണ്ട്. അവനെ ആ ആത്മീയ അനുഭവം കൂടുതൽ ശുചീകരിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു ആ സ്നേഹം കൊടുക്കണം. ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇനിയുള്ള ജീവിതം ഒരു തീർത്ഥാടന യാത്രയാക്കണം. അത് ബിൽ വിൽസന്റെ 39ാമത്തെ ജന്മദിനമായിരുന്നു. അത് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 39ാമത്തെ ജന്മദിനമായിരുന്നു. ആ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പൊ 39 വയസ്സുള്ളൂ. അദ്ദേഹം ചിന്തിച്ചു, ഇനി പകുതിയോളം ജീവിതമുണ്ട്. ബില്ല് സിൽക്ക്വർത്തിനോട് ഈ കാര്യം പറയാനായിട്ട് അവനെ വിളിച്ചു. കാരണം അവനൊരു സംശയം ഉണ്ടായി, അവൻ മായാകാഴ്ചകളൊക്കെ കാണുന്നതാണോ എന്ന്. ബില്ല് ചോദിക്കുന്നു, ഡോക്ടറെ ഇത് സത്യമാണോ? ബില്ലിന് സിൽക്ക്വർത്തിന് ഉത്തരങ്ങൾ എപ്പോഴും സന്തോഷം നൽകുന്നതായിരുന്നു. സിൽക്ക്വർത്ത് പറഞ്ഞു, മൈസൺ, എൻ്റെ മകനെ, നീ ഇപ്പോൾ സുബോധവാനാണ്. നീ തികച്ചും സുബോധവാനായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചില മാനസിക വ്യതിയാനങ്ങൾക്ക് നീ വിധേയനായിരിക്കുന്നു. ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള അറിവ് കൊണ്ടാണ് ഇതൊക്കെ എനിക്കറിയുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ നിനക്ക് ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് നല്ലത്. കാരണം നിനക്ക് ഇതിനു മുമ്പുണ്ടായ ജീവിത രീതിയിലേക്കാളും നല്ല ഒരു ജീവിതമാണത്. ഈ സമയം മുതലാണ് ഒരുപാട് കാലം എതിർത്തിരുന്ന ദൈവം എന്ന സങ്കല്പം ബില്ലിന് മനസ്സിന്റെ ഒരു സ്വീകാര്യതയായി മാറിയത്. അതായത് 3ാമത്തെ ദിവസം എബി ബില്ലിനെ കാണാൻ വന്നപ്പോൾ ബില്ല് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബില്ല് എബി ഇത് കേൾക്കാനായിട്ട് തയ്യാറെടുത്തിരുന്നെങ്കിലും അവൻ കുറച്ച് കേട്ടിരുന്നു. കാരണം എബി വെള്ളി വെളിച്ചോ അങ്ങനെ മലയ്ക്ക് മുകളിൽ പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ബില്ലിന് ഈ അനുഭവങ്ങളിൽ നിന്ന് പിന്നീട് വന്നേക്കാവുന്ന സംശയ നിവാരണത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ അവനൊരു പുസ്തകം ബില്ലിന് കൊടുക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വില്യംസ് ജെയിംസിന്റെ പുസ്തകമാണ്. അത് ദി വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്നാണ്. മതപരമായ ആത്മീയ അനുഭവത്തിലെ വൈവിധ്യങ്ങൾ എന്നായിരുന്നു. ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഈ പുസ്തകങ്ങൾ മിക്കവർക്കും ശുപാർശ ചെയ്യാറുണ്ട്. ബേബി പക്ഷേ ഈ പുസ്തകം വായിച്ചിട്ടില്ല. ഏതായാലും ലൂയിസ് ഈ ആശുപത്രിയിൽ ഈ കാണാൻ വരുമ്പോൾ ബില്ലിന് എന്തോ സംഭവിച്ചതായിട്ടും അവന് കണ്ണുകൾ വെളിച്ചത്താൽ നിറഞ്ഞതായിട്ടുമൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. ബില്ല് ഈ മോചനം നേടിയ മദ്യാസക്തർ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അപ്പം ചിന്തിച്ചു തുടങ്ങി. ഈ സമയത്താണ് ബില്ല് ഒരു ശൃംഖലാ പ്രവർത്തനത്തെ തന്നെ നടപ്പിൽ വരുത്തണമെന്നും മദ്യാസക്തരുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണമെന്നും ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഗുഹകൾ എന്നാണ് എഴുതിയിരിക്കുന്നത് പാസറ്റുകൾ. ഗുഹകൾ എന്നിരിക്കുന്നത് ഗ്രഹത്തിലാണ്, പക്ഷെ അവർ ഗുഹയിലാണ് മദ്യാസക്തരെല്ലാം താമസിക്കുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ബില്ല് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പോകണമെന്നും അവരെ കണ്ടുപിടിക്കണമെന്നും ആ ദൗത്യത്തിനായി ബില്ല് സ്വയം പ്രേരിപ്പിക്കപ്പെടുകയാണ്. ബില്ലിന്റെ ചിന്തകൾ അതിരുകൾ ഭേദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു കൂട്ടായ്മ രൂപീകരിക്കാനായിട്ടുള്ള മനസ്സിന്റെ ആഗ്രഹത്തിൽ ഇങ്ങനെ പറയണം. ഓരോരുത്തരും സമർപ്പിത മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് സന്ദേശം വഹിക്കാനും അങ്ങനെ മോചിക്കപ്പെട്ടവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒരു സമൂഹം പിരമിഡ് പോലെ അതിശയകരമായ അനുഭവത്തിൽ ഉയരുകയും
അങ്ങനെ ഈ ലോകത്തിലെ ഓരോ മധ്യാസക്തിന്റെയും അരികിൽ എത്തിച്ചേർന്ന് അവന്റെ തന്നെ പരാജയം സമ്മതിക്കുവാനുള്ള സത്യസന്ധത ഉണ്ടാക്കിയെടുക്കാനുള്ള വാക്കുകളും പ്രചോദനവുമായി മാറണം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പൊ മോചനം കിട്ടിയവര് മറ്റുള്ളവരുടെ മോചനത്തിനായി പ്രവർത്തിക്കണം. ഇതൊരു സംഘമായിട്ട് അല്ലെങ്കിൽ പിരമിഡ് പോലെ ഉയർന്നു വരുന്നതൊക്കെ ആയിട്ട് അദ്ദേഹം സങ്കല്പിക്കുകയാണ്. ഏതായാലും ഡിസംബർ 18 ബില്ല് അവിടെ നിന്ന് ആശുപത്രിയിൽ ഇറങ്ങുന്നു. നമുക്കറിയാം ബില്ലിന്റെ മദർ ലോയാണ് അവിടെ ബില്ല് പേ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഇറങ്ങുന്നു. അവനും ലൂയിസും കൂടി കാൽവരി ഹൗസിലേക്ക് എത്തിയാണ്. അവിടുത്തെ മീറ്റിങ്ങിൽ അവർ സ്ഥിരം പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ സാം ഷുമാക്കറാണ് അവിടുത്തെ റെക്ടർ. അദ്ദേഹമാണ് മെയിനായിട്ട് അദ്ദേഹം നായകസ്ഥാനത്ത് നിന്നുകൊണ്ടിരുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്. അദ്ദേഹം സാം ഷുമാക്കറെ ബില്ലിന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഒരു സ്നേഹിതനെ പോലെ അയാളെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു അമിത ഉത്സാഹത്തോടെ ആത്മീയ അനുഭൂതിയോടുകൂടിയൊക്കെയാണ് സംസാരിച്ചിരുന്നത്. ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ വിജയങ്ങളിൽ ഇവര് ആകർഷണമാകുന്നുണ്ട്. ഇവര് ഇതൊരു ഷെയറിംഗ് പോലെയാണ്. വേദിയിലും അല്ലെങ്കിൽ വേദികളിൽ ഇരിക്കുന്നവരും കാണികൾക്കിടയിലും വരുന്നവരും അവരുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു എന്ന് ഷെയറിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബില്ല് ഇവിടെ വിവരിക്കുന്നത് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊന്നും വംശീയമായ ഒരു തടസ്സങ്ങളോ സാമൂഹികമായ ഒരു മേൽക്കോയ്മയോ ജീവിതാന്തസ്സുകളിലുള്ള വ്യത്യാസമോ വർണ്ണ വിവേചനമോ ഒന്നും തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിലനിന്നിരുന്നില്ല എന്നാണ്. മതപരമായ വ്യത്യാസങ്ങൾ പോലും ഓർമ്മിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 4 തത്വങ്ങൾ പരിപൂർണമായ സത്യസന്ധത, പരിപൂർണമായ വിശുദ്ധി, പരിപൂർണമായ നിസ്വാർത്ഥത, പരിപൂർണമായ സ്നേഹം, അവയെപ്പറ്റിയാണ് അവിടെ സംസാരിച്ചിരുന്നത്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് സ്വയം കേന്ദ്രീകൃതമായ കാര്യങ്ങളെ പറ്റിയും ദൈവത്തിൽ കേന്ദ്രീകൃതമായ കാര്യങ്ങളെ പറ്റിയും ധാർമ്മികതയെ പറ്റിയുമാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഒരു സാമുദായിക വ്യത്യാസമില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. ഡോക്ടർ ഫ്രാങ്ക് ബുച്ച്മാൻ ആണ് എന്ന ലോതർ മിനിസ്റ്ററാണ് ഒരു 10 അതിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അതിൽ ആദ്യ പുരോഹിതര് മാനസാന്തരപ്പെട്ട ആദ്യ പുരോഹിതരുടെ പേര് ഷെറി ഡേ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സാം ഷുമാക്കറുമാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും മാറ്റിമറിക്കുന്നതിന് ആവശ്യമായ ബലവത്തായ രീതിയിൽ എല്ലാ മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ലളിതമായ പൊതുവായ ഒരു വർഗത്തെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു ചങ്ങലക്കണ്ണി സൃഷ്ടിക്കണം. അതായിരുന്നു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മെയിൻ ലക്ഷ്യം. അവർ ആദ്യമായിട്ടൊരു മീറ്റിംഗ് നടത്തുന്നത് പ്രിൻസ് ടൗണിലെ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതൊക്കെ ഞാൻ ആ പാസിറ്റോണിൽ നിന്ന് വായിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഒരാൾ മറ്റൊരാളോട് അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ കുമ്പസാരിക്കണമെന്ന് അവർ ചിന്തിച്ചു. അതായത് നമ്മളിപ്പോൾ മറ്റൊരാളോട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ 4 പടി 5 പടി ചെയ്യുന്ന പോലെ ഭാരമുള്ളതും ശക്തമായി പ്രതിപാദിക്കുന്നതുമായ മൊത്തമായ തരത്തിലുള്ള വ്യക്തിപരമായ ഈ വീട് വൃത്തിയാക്കൽ ഈ പ്രവർത്തനത്തെ അവർ പങ്കുവെക്കൽ അഥവാ ഷെയറിംഗ് എന്ന് പേരിട്ട് വിളിച്ചു. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ഈ പറയുന്ന കാര്യത്തെ ഷെയറിംഗ് എന്ന് വിളിച്ചു. പിന്നീട് അവർക്ക് വേണ്ടിയുള്ള ചില പ്രായശ്ചിത്തത്തിനും കൂടി വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോയി. അതായത് തെറ്റോ ചെയ്തവരോട്, ഉപദ്രവിച്ചവരോട് ക്ഷമ ചോദിക്കുകയും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ അവരെ പറ്റി പറയുന്നത് അവർ തീഷ്ണതയുള്ളവരും ദിവസത്തിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ നേരത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ മികച്ച രീതിയിലാണെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്ക് പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ മുഴുകിയവരായിരുന്നു. മനുഷ്യർ ഈ തരത്തിലുള്ള ഉന്നത ധാർമ്മിക നിലവാരം പുലർത്തിയാൽ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകാനും പ്രവർത്തിക്കാനും സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ധ്യാനവും പ്രാർത്ഥനയും പിന്തുടർന്നുകൊണ്ട് പ്രത്യേക നിർദ്ദേശങ്ങൾക്കായി അവർ എല്ലാ ദിവസവും രാവിലെ ഒരു പേപ്പറും പെൻസിലും ഒക്കെ ആയിട്ട് ഇരുന്ന് ആണ് എഴുതിയിരുന്നെന്നും അവർക്ക് കിട്ടുന്ന മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിരുന്നു എന്നൊക്കെ ആയിട്ട് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കും കുടുംബത്തോടൊപ്പം ഇരുന്നുമൊക്കെ ഈ പ്രാർത്ഥനയിൽ അവർ ചേരാറുണ്ട്. 1931 റോളണ്ട് എച്ച് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് വരുന്നതും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ലോകവ്യാപകമായ ശ്രദ്ധ പിടിച്ചുയർത്താൻ തുടങ്ങി ഇത്രയും കാലം കൊണ്ട്. ഇവിടെ സാം ഷുമാക്കർ 12 പടികളിൽ ആലേഖനം ചെയ്ത ആത്മീയ തത്വങ്ങളിലേക്ക് ശ്രമിച്ചു എന്ന് 12 പടികളിൽ അവലോകനം ചെയ്ത ആത്മീയ തത്വങ്ങളിലേക്ക് സാം ഷുമാക്കർ ഇവരെ നയിച്ചു. ഇതിന്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഈ മുന്നേറ്റത്തെ വിളിച്ചിരുന്നത് ദ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നായിരുന്നു. ചന്ദ്രമോഹൻ ചേട്ടൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഏതായാലും 1930 അവസാനത്തോടു കൂടി സഹസ്ഥാപകന്മാരായ ഡോക്ടർ ബോബ്, മറ്റ് ആക്രോൺ ഒഹായോ അംഗങ്ങൾ ഈ വഴി പിന്തുടർന്നുകൊണ്ടിരുന്നു. 1928 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മോറൽ
മോറൽ റെയർമെന്റ് എന്ന് പുനർനാമകരണം ചെയ്തു. ബിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ രൂപീകരണം 1920 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകദേശം 1908 ആണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടത്. അത് പരിവർത്തനം വന്ന പെൻസിൽവാനിയയിലെ അലൻ ടൗൺകാരനായ ഫ്രാങ്ക് ബുച്ച്മൻ ആണ് അത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്നത് അദ്ദേഹം ഒരു അനാഥരായ ആൺകുട്ടികൾക്കായി ഒരു അനാഥാലയം നടത്തിയിരുന്നു. അവിടുത്തെ ട്രസ്റ്റിമാരുമായ നിരസനങ്ങളെ തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും സോറി ടു ഇന്ററപ്റ്റ് ചെയ്യും. ശബ്ദം കുറവാണെന്ന് പറയുന്നുണ്ട്. ചേർത്ത് പിടിക്കാം. ഓക്കെ. അപ്പൊ അദ്ദേഹം ഈ അനാഥാലയത്തിലെ ട്രസ്റ്റിമാരുമായിട്ട് ചില നിരസനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. അവിടെ ഈ സാൽവേഷൻ ആർമി നടത്തുന്ന ഒരു മതസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രബോധനം ഉണ്ടാവുകയും തൻ്റെ പഴയ ട്രസ്റ്റിമാർക്ക് രമ്യതയ്ക്കായി അയാൾ ഒരു കത്ത് എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു രമ്യതയിൽ ഏർപ്പെട്ടുമ്പോൾ നല്ലൊരു അദ്ദേഹത്തിന് ഒരു ആത്മീയ ഉന്മേഷം കിട്ടുന്നതായും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് കണ്ട് ലോകം മുഴുവൻ ഈ മാർഗത്തിലൂടെ സുഖപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും പിന്നീട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സ്ഥാപിക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ബുച്ച്മൻ ഒരു ശാരീരികമായിട്ട് കാണാൻ കൊള്ളില്ലാത്ത അല്ലെങ്കിൽ ശാരീരികമായ ആകർഷണമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നതിൽ യാതൊരുവിധ മടിയും കാണിച്ചിരുന്നില്ല. അത് മറ്റുള്ളവരുടെ തെറ്റുകൾ, അപ്പോൾ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ അവരുടെ തെറ്റുകൾ പറയാനായിട്ടുള്ള ഉന്മേഷം അവർക്ക് കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാനായിട്ട് അയാൾ സഹായിക്കുകയും ചെയ്തു. പക്ഷേ ബുച്ച്മൻ ഉണ്ടായ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ മദ്യാസക്തരെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ലോകത്തെ എല്ലാവരെയും പരിഗണിക്കണമെന്നുള്ള ഒരു ധാരണയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അക്രോണിൽ അറിയപ്പെട്ടിരുന്നത് കുടിയന്മാരുമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. മദ്യാസക്തരെ മാത്രമല്ല എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ജീവിത രീതി മുന്നോട്ട് പോകാനായിട്ട് അയാൾ വിശ്വസിച്ചു. ഏതായാലും 1935 ആദ്യ മാസങ്ങളിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളിൽ ബിൽ വിൽസൺ അവിടെ എത്തുന്നത്. അവനെ ശ്രദ്ധിക്കുന്ന ആരോടും അവൻ ഈ സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നു. ഇപ്പൊ ഈ കാൽവരി മിഷനിലും ടൗൺസ് ഹോസ്പിറ്റലുമായിട്ട് അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചു. ഡോക്ടർ സിൽക്കോർത്ത് ആകട്ടെ ഈ ബില്ലിനെ സഹായിക്കുന്നുണ്ട് തൻ്റെ രോഗികളുമായിട്ട് സംസാരിക്കാനായിട്ട്. നമുക്കറിയാം, ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് പോലും ബില്ലിനോട് തൻ്റെ രോഗികളോട് സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ബില്ലാകട്ടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഈ ടൗൺസ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഇവരോട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ മദ്യപാനികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അവ എല്ലാം മറക്കപ്പെടുകയാണ്. ലൂയിസ് അപ്പോഴും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആ ഒരു വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം. എബി ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ എബി ഇവരോടൊപ്പം ചേർന്ന് താമസിക്കാനും തുടങ്ങി. ഈ പരാജയപ്പെടൽ മൂലം ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ ഇവനോട് പറഞ്ഞു ഈ മദ്യപാന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പരിപാടി നിർത്തണം. കാരണം അവർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രവർത്തിച്ച ഒന്നും വിജയം കണ്ടില്ല. അതുപോലെ സാംഷുമാക്കറും ആ നിർഭാഗ്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്നത്. ഒരു അപ്പാർട്ട്മെന്റിൽ മദ്യപാന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാംഷുമാക്കറിന് ഒരു ഷൂ ആയിട്ട് ഒരു മദ്യപാനി ജനലിലൂടെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഥ അതിനകത്ത് പറയുന്നുണ്ട്. ഏതായാലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകൾ ബില്ലിനെ വളരെയധികം ഉപദേശിച്ചു. മദ്യാസക്തരെ മറക്കുന്നതാണ് നല്ലതെന്നും ഇനി അവരുടെ പുറകെ നടന്ന് നിന്റെ സമയം പാഴാക്കരുതെന്ന് അവർ ഉപദേശിച്ചു. പക്ഷേ ബില്ല് 2 എഞ്ചിനിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഒന്ന് ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയതമായിട്ടുള്ള ഭാഗം, മറ്റൊന്ന് ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറണമെന്നുള്ള ഭാഗം. ആ നിലപാടിനെ മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ആദ്യത്തെ 6 മാസം ഒരാൾ പോലും സുഖം പ്രാപിച്ചില്ല. ചെറിയ തോതിൽ ആരെങ്കിലും സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ വഴുതിപ്പോയി. ഏതായാലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരം ബില്ലിന് ഒരു പ്രഭാഷണം നടത്താൻ അനുവാദം കിട്ടി. ആ പ്രഭാഷണം ആൽക്കഹോളിസത്തെ കുറിച്ചായിരുന്നു. മദ്യാസക്തിയെ പറ്റി ബില്ലിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ബിൽ പറഞ്ഞു. പ്രസംഗം അവസാനിപ്പിക്കെ 2ാം നിരയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ നിർബന്ധം മൂലമാണ് ഞാൻ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നതെന്നും താങ്കൾ പറഞ്ഞ മദ്യാസക്തിയെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയുമെന്നും പക്ഷെ ഇവർ പറയുന്ന ദൈവത്തെപ്പറ്റി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അവർ ബുദ്ധിശൂന്യമായ ദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നൊക്കെ ബില്ലിനോട് പറയുന്നുണ്ട്. ഏതായാലും അടുത്തുള്ള ഒരു കഫ്റ്റീരിയയിൽ നടന്നിരുന്ന സ്റ്റുവാർട്ട് കഫ്റ്റീരിയയിൽ നടന്നിരുന്ന
ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് ബില്ല് അയാളെ കൊണ്ട് പോവുകയാണ്. ആ ബില്ല് പിന്നെ പറയുന്നത് അവൻ ഒരു അഗ്നിനാളമായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് ഫ്രെഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൗത്ത് ആൻഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ വ്യക്തികഥകൾ അത് തന്നെയാണ് എന്നതാണ് എൻ്റെ വിചാരം. ഏതായാലും 1935 ആദ്യ മാസങ്ങളിൽ ബില്ലിന് എതിരേണ്ടി വന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരുത്സാഹജനകമായ ഒന്നും വിജയിച്ചില്ല. ഈ കാലയളവിൽ മദ്യാസക്തരോട് വേദോപദേശം നൽകുകയാണ് ബില്ല് ചെയ്തത്. പക്ഷെ ബില്ലിനെ നേരെയാക്കിയത് ചന്ദ്രമോഹൻ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഡോക്ടറാണ്. അതായത് ഡോക്ടർ ബില്ല് പരാതി പറഞ്ഞപ്പോൾ ബില്ലിനോട് പറയുന്നുണ്ട്, നീ നൽകുന്നത് വേദോപദേശമാണ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ തത്വങ്ങൾ ഒരുപാട് നീ സംസാരിക്കുന്നു. ഇതിനു പകരം എന്തുകൊണ്ട് മദ്യാസക്തിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് നിനക്ക് പറഞ്ഞുകൂടാ? രോഗികളായ മദ്യാസക്തരോട് മദ്യം തുടർന്നാൽ അല്ലെങ്കിൽ മദ്യപാനം തുടർന്നാൽ അത് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കിലോളം എത്തുമെന്ന് നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു കുടിയൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവന്റെ അഹങ്കാരത്തെ അടിച്ചമർത്താൻ പറ്റുമെന്ന് സിൽക്ക് വർത്ത് ഇദ്ദേഹത്തെ ബോധിപ്പിക്കുകയാണ്. ഏതായാലും ബില്ലിന് സിൽക്ക് വർത്തിൽ നിന്ന് കിട്ടുന്ന ഉപദേശം അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം പ്രവർത്തിക്കാനുള്ള അവസരം വന്നത് വളരെ ഒത്തിരി വളഞ്ഞ രീതിയിലാണ്. നമുക്കറിയാം, ബില്ലിന് വാൾ സ്ട്രീറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ബിസിനസ്സുകളും തകർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ല കീർത്തി ഉണ്ടായിരുന്നു, ആ കീർത്തിയെല്ലാം നശിച്ചിരിക്കുന്നു. അവന്റെ പഴയ വ്യവസായ കൂട്ടുകെട്ടുകളും പഴയ കൂട്ടുകാരും എല്ലാം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവന്റെ സുബോധത്തെ പോലും അവർ സംശയത്തോടെയാണ് നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹൊവാർഡ് ടോപ്കിൻസൺസ് ബിയർ കമ്പനി അവനെ അവന്റെ വിജയത്തിൽ അല്ലെ അവന്റെ മോചനത്തിൽ ആകർഷകരായി 1934 ഡിസംബറിൽ അവന് അക്രോണിൽ ഒഹായോയിൽ ഒരു ചെറിയ യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ആ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബില്ലിന് അവിടെ പ്രസിഡന്റ് ആകാനും ഇവന്റെ ഈ തകർന്നടിഞ്ഞ കരിയർ മെച്ചപ്പെടുത്താനും സാധിക്കുമായിരുന്നു. അപ്പോൾ നിരാശരായ ആ ഷെയർ ഹോൾഡർമാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം ബില്ല് യഥാർത്ഥത്തിൽ അക്രോൺ ഒഹായോയിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ബില്ലിന്റെ ഈ പിന്താങ്ങലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പാട്ടിലാക്കാനുള്ള ഇതൊന്നും അവന് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ആ കമ്പനി ഒരു റബ്ബർ മെഷീനറി കമ്പനി ആയിരുന്നു. അദ്ദേഹത്തിന് ആ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു, കാരണം വളരെ ആഴത്തിലാണ് അവനത് പഠിച്ചത്. നാഷണൽ NRM എന്നാണ് അതിൻ്റെ ആ കമ്പനിയുടെ പേര്. ഏതായാലും അവിടെ വെച്ച് ഈ കമ്പനിയോടുള്ള ബിസിനസ് പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം മേഫ്ലവർ ഹോട്ടലിലെത്തി ആ മദ്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് മദ്യവും ഫോണും തമ്മിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമോഹൻ ചേട്ടൻ വിശദീകരിച്ചു. അദ്ദേഹം ഏകദേശം 11 പേർക്ക് വിളിച്ചു. അപ്പോൾ 11ാമതായിട്ടാണ് വാൾട്ടർ ടങ്സിനെ കിട്ടുന്നത്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അവരാണ് ഹെൻറിറ്റ സിബർലിങ്സിനെ കണ്ടുപിടിക്കുകയും ഏകദേശം 5 മണിക്കൂറോളം ബോബുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് 1935 മെയ് 12-നാണ് ഹെൻറിറ്റ സിബർലിങ്സിന്റെ വീട്ടിൽ വെച്ച് ബില്ലും ബോബും സംസാരിക്കുന്നത്. അതിനുശേഷം ജൂൺ 10-ന് നമ്മൾ പാരമ്പര്യപരമായിട്ട് ചന്ദ്രമോഹൻ ചേട്ടൻ പറഞ്ഞു, നമ്മൾ പാരമ്പര്യപരമായിട്ട് അങ്ങനെയാണ് ജൂൺ 10 നമ്മുടെ ഫൗണ്ടേഷൻ ഡേ അല്ലെങ്കിൽ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഗ്രൂപ്പിന് നന്ദി പറയുന്നു. താങ്ക് യു.